ആ നോട്ട് എടുത്ത് എല്ലാവരും കൈവച്ചാലോ. അപ്പൊ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ നജേ ആ തിയറിയിലെ ആദ്യത്തെ പോയിന്റ് ഒന്ന് വായിക്കും. A function f of x comma y is said to be homogeneous function of degree n if if f of lambda x comma lambda y is equal to lambda lambda raised to n f of x comma y for any non-zero constant lambda. ഒരു സെക്കൻഡ്. ലാംഡ വൈ ഇസ് ഈക്വൽ ടു ലാംഡ റൈസ് ടു എൻ ഇൻറ്റു എഫ് ഓഫ് എക്സ് കോമ വൈ ഫോർ എനി നോൺ സീറോ കോൺസ്റ്റന്റ് ലാംഡ. ശ്രദ്ധിക്കാം, അപ്പം ഞാനൊക്കെ പ്ലസ് ടുവിന് പഠിച്ചിരുന്ന സമയത്തും പിന്നീട് പഠിപ്പിക്കുന്ന സമയത്തും ഒക്കെ ഹോമോജീനിയസ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ട മീൻസ് പ്രത്യേകിച്ച് ടെസ്റ്റ് ഒന്നുമില്ല. പകരം അതിലെ ഓരോ വേരിയബിളിൻ്റെയും ഡിഗ്രി നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിച്ചിരുന്നത് ഇതെന്താണോ എന്ന്. ഹോമോജീനിയസ് ആണ്. പക്ഷേ പുസ്തകം മാറി വന്ന് NCERT പുസ്തകമായപ്പോൾ അവരൊരു മെത്തേഡ് അവിടെ നിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനെ നമ്മൾ എഫ് ഓഫ് എക്സ് കോമ വൈ എന്നാണല്ലോ വിളിക്കുന്നത്. അതിനകത്തിലെ എക്സിന് പകരം ലാംഡ എക്സ് എന്നും വൈക്ക് പകരം എന്തെന്നും കൊടുക്കുക, ലാംഡ വൈ എന്ന് കൊടുക്കുക. കൊടുക്കുമ്പോ നമുക്ക് എന്തെന്ന് കിട്ടണം ലാസ്റ്റിൽ? ഞാൻ എഴുതിയിട്ടുള്ളത് എളുപ്പമുണ്ട്. ലാംഡ റൈസ് ടു എൻ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ എന്ന് കിട്ടിയാൽ നമുക്ക് പറയാം നമുക്ക് ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ എന്ത് ഇക്വേഷൻ ആണെന്ന്, അല്ലെങ്കിൽ എന്ത് ഫംഗ്ഷൻ ആണെന്ന്, ഹോമോജീനിയസ് ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അത്രയും ക്ലിയർ ആയോ എല്ലാവർക്കും? ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടേ അതെന്താണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂ. ഹോമോജീനിയസ് ആണെന്ന് ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് വായിച്ചാൽ അജയ്. A differential equation of the form dy by dx is equal to f of x comma y is said to be homogeneous if f of x comma y is homogeneous function of degree 0. dy by dx equal f of x comma y എന്ന് പറയുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ, ഹോമോജീനിയസ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്താ കണ്ടീഷൻ? രണ്ട് ഈ വലതുവശത്ത് കിടക്കുന്ന എഫ് ഓഫ് എക്സ് വൈ ഉണ്ടല്ലോ, അത് എന്ത് ഫംഗ്ഷൻ ആയിരിക്കണം? അതൊരു ഹോമോജീനിയസ് ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി 0. ഡിഗ്രി എന്ത് വരണം? 0 വരണം. അതെന്താ ഞാൻ പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അടുത്ത പോയിന്റ് വായിച്ചാട്ടെ. We make the substitution y is equal to vx to solve the homogeneous differential equation. അതൊന്ന് വരച്ച് വട്ടം വരച്ചിട്ടേ. ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത് പുട്ട് y ഈക്വൽ vx എന്നുള്ളത്. എന്താണ് മെത്തേഡ്? പുട്ട് y is equal to vx എന്നുള്ളതാണ് സംഗതി. എന്നിട്ടോ using y is equal to vx, we get v plus x dv by dx is equal to dy by dx, which on അതെങ്ങനെയാ കിട്ടുന്നത് അറിയാമോ? ഈ y ഈക്വൽ vx നെ നിങ്ങളൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. y യുടെ ഡെറിവേറ്റീവ് dy by dx. വലതുവശത്ത് ഒരു vx കിടപ്പില്ലേ? vx മീൻസ് v into x എന്നാണ്. അതാണ് v into x. ആ v into x നെ നമുക്ക് പ്രോഡക്റ്റ് റൂൾ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഫസ്റ്റ് ഫംഗ്ഷൻ v into x ന്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് x into v യുടെ ഡെറിവേറ്റീവ് dv by dx. ഇതല്ലേ നോട്ടിലാണ് കിടക്കുന്നത്. അപ്പൊ dy by dx ന് പകരം നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? v പ്ലസ് x dv by dx എന്ന് കൊടുക്കാം. എവിടാ കൊടുക്കണ്ടേ? ഇതേ ഇങ്ങനെയൊക്കെ എവിടാ കൊടുക്കേണ്ടത്? പുട്ട് y ഈക്വൽ vx എന്നും dy by dx ഈക്വൽ v പ്ലസ് x dv by dx എന്നും ഒക്കെ എവിടാ കൊടുക്കണ്ടേ? ഈ കിടക്കുന്ന ഇക്വേഷനിൽ, ഏത് ഇക്വേഷനിൽ? dy by dx ഈക്വൽ
v plus x dv അല്ലല്ല by അല്ലല്ല ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ f of x y. എഫ് ഓഫ് എക്സ് കോമ വൈക്കകത്തിൽ വേണം ഈ പറയുന്ന രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കാൻ. ഏത് രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻസ്? y is equal to vx, y is equal to vx എന്നും dy by dxന് പകരം v plus x dv by dx. അപ്പോൾ ബാക്കി വായിച്ചാട്ടെ. Which on substitution to dy by dx is equal to f of x comma y reduces to variable separable from which can be solved. ഇങ്ങനൊക്കെ ചെയ്ത് കഴിയുമ്പോ നമ്മുടെ ഹോമോജീനിയസ് ഇക്വേഷൻ ഉണ്ടല്ലോ, അത് ആരായിട്ട് മാറും? വേരിയബിൾ സെപ്പറബിൾ ഫോമിലോട്ട് വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് മാറും. എന്ത് ഫോമിലോട്ട് മാറും? വേരിയബിൾ അതല്ലേ നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞ സെക്ഷൻ. അപ്പൊ പിന്നെ നമുക്ക് വേരിയബിൾ സെപ്പറബിൾ ഫോമിൽ എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അടുത്തത് വായിച്ചാട്ടെ. If the homogeneous differential equation is in the form dx by dy is equal to f of x comma y, where f of x comma y is a homogeneous function of degree 0, then we make substitution x by y is equal to v, that is x is equal to vy, and we prove further to proceed further to find the general solution by writing dx by dy is equal to f of x comma y is equal to h of x by y. അപ്പൊ ചിലപ്പോ ഈ dy by dx എന്നതിന് പകരം ചോദ്യം എങ്ങനെ വരാം? തിരിച്ചു വരാം. എങ്ങനെ? dx by dy ഈക്വൽ f of x comma y എന്ന് വരാം. അപ്പോൾ നിങ്ങളോട് കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? Then we make the substitution x by y is equal to v. നമുക്ക് പ്രോബ്ലത്തിന് വലിയ ആവശ്യമില്ല. നമുക്കുള്ള ഇക്വേഷനുകളെല്ലാം dy by dx ഈക്വൽ ഏത് ഫോമിലാണ്? f of x comma y ഫോമിലാണ്. അപ്പോൾ നിങ്ങൾ അവിടെ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഓർത്ത് വെക്കണം. ഏതൊക്കെയാണ് രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻസ്? y is equal to vx y is equal to vx അടുത്തത് plus x equal to v. dy by dx is equal to v plus x dv by dx. ഇത്രയും കാര്യം എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി സർ. എന്തോ സാറേ ഇപ്പൊ ഈ v plus x dv by dx എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലല്ലോ, അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതല്ലേ? നമ്മൾ ചെയ്യുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ തന്നിരിക്കുന്ന ഹോമോജീനിയസ് ഇക്വേഷൻ ഉണ്ടല്ലോ, ആ ഇക്വേഷനകത്തിലെ വൈക്ക് പകരം നമ്മൾ വി എക്സ് എന്ന് കൊടുക്കും, ഡി വൈ ബൈ ഡി എക്സിന് പകരം വി പ്ലസ് എക്സ് ഡി വി ബൈ ഡി എക്സ് എന്നും കൂടെ കൊടുക്കും. വായിച്ചു നോക്കിയാട്ടെ. വായിച്ചു നോക്കുക. തിയറി വായിച്ചു നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിലും പറയണം, ഡൗട്ട് ഇല്ലെങ്കിലും പറയണം. സാർ ഈ ലാസ്റ്റ് പോയിന്റിൽ അവസാനം dx by dy is equal to മറ്റേ h into x by v. അതെന്താ ചോദിച്ചാല്, ചിലപ്പോ ഈ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ എഫ് ഓഫ് എക്സ് കോമ വൈക്ക് പകരം ചോദ്യം അവർ തിരിച്ചു തരാം. എങ്ങനെ? dx by dy. നിങ്ങളുടെ പുസ്തകത്തിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ചോദ്യങ്ങളില്ല. നിങ്ങളുടെ എല്ലാ ക്വസ്റ്റ്യനും ഡി വൈ ബൈ ഡി എക്സ് എന്ന രൂപത്തിൽ കിടക്കുന്ന ചോദ്യങ്ങളാണ്. കിട്ടിയോ? അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി. ലാസ്റ്റ് പോയിന്റ് വേണ്ട. ലാസ്റ്റ് പോയിന്റ് നിലവിൽ നമ്മുടെ ക്വസ്റ്റ്യനകത്തൊന്നും നമുക്ക് ആവശ്യമില്ല. ഓക്കെ സർ. തിയറി വായിച്ചു നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിലും ഡൗട്ട് ഇല്ലെങ്കിലും പറയണം.
അപ്പോ വളരെ കുറച്ച് വർഷങ്ങളിൽ മാത്രമാണ് എന്ത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്? ഹോമോജീനിയസ്. അപ്പൊ ഞാൻ ഒരു കണക്ക് ചെയ്യിപ്പിക്കാം, എഴുതിക്കോളൂ. പ്രോബ്ലം എക്സസൈസ് 9.4. സ്ഥലം എഴുതാനോ? തിയറി എഴുതാനുള്ള സ്ഥലം എഴുതാം കേട്ടോ. ഇതിൽ നോട്ട്ബുക്കിലാണോ പ്രോബ്ലം എഴുതേണ്ടത്? നോട്ട്ബുക്കിൽ തിയറി എഴുതാനുള്ള സ്ഥലം ഇടുക. എന്നിട്ട് പ്രോബ്ലം എക്സസൈസ് 9.5 ക്വസ്റ്റ്യൻ നമ്പർ 2 എഴുതിയോ? എഴുതി സർ. എഴുതിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. y ഡാഷ് ഈക്വൽ എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ എക്സ്. ഇതാണ് ചോദ്യം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതൊരു പബ്ലിക് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സാർ എക്സസൈസ് 9. ഇതിനകത്ത് വരുമ്പോൾ 9.5, പക്ഷേ എക്സസൈസ് കുറയും, 9.4 ആകും. ഹോപ്രിയെ 9.4 ഇങ്ങനെ ഒരു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടോ നോക്കിയോ ഹോപ്രിയെ? സർ നോക്കാം. ഉണ്ട് സർ, ഉണ്ട്. അപ്പൊ എഴുതിയാട്ടെ. y ഡാഷ് ഈക്വൽ എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ എക്സ്. എഴുതിയോ? എഴുതി സർ. അപ്പൊ തുടങ്ങാം. ആദ്യം എഴുതുക. ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് എന്താണ് ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ? ആരും എഴുതുന്നില്ല. y ഡാഷ് ഈക്വൽ എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ എക്സ്. ഈ y ഡാഷിന് പകരം നമുക്ക് എന്ത് എഴുതാം? dy by dx. അപ്പൊ dy by dx is equal to x plus y divided by x. എല്ലാവരും പേന താത്ത് വെച്ച് സ്ക്രീനിലോട്ട് നോക്കിയിരുന്ന ഒരു കാര്യം പറയട്ടെ. ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്തും പഠിപ്പിക്കാൻ തുടങ്ങിയ സമയത്ത് ഹോമോജീനിറ്റി എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഈ ആദ്യം കിടക്കുന്ന എക്സിന്റെ പവർ എത്ര? 1. വൈയുടെ പവർ 1. ഡിനോമിനേറ്റർ കിടക്കുന്ന എക്സിന്റെ പവർ 1. അപ്പൊ ഞങ്ങൾ പറയുമായിരുന്നു വിച്ച് ഈസ് എ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഹോമോജീനിയസ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? സെയിം, ഒരേപോലെ. എന്തിന്റെ കാര്യത്തിലാണ് ഹോമോജീനിറ്റി ഉള്ളത്? ഇവിടെ പവറിന്റെ കാര്യത്തിലാണ് ഹോമോജീനിറ്റി ഉള്ളത്. പക്ഷെ ഇപ്പൊ നമുക്ക് അങ്ങനെ പവർ മാത്രം നോക്കി എന്ത് പറയാൻ പറ്റില്ല. ആദ്യം ഒരു ചെറിയ ടെസ്റ്റ് പറയുന്നുണ്ട്. ആ ടെസ്റ്റ് എഴുതിക്കോളൂ. ഈ വലതുവശത്ത് കിടക്കുന്ന ഫംഗ്ഷൻ ഉണ്ടല്ലോ, അതിനെ നമ്മൾ എഫ് ഓഫ് എക്സ് വൈ എന്ന് വിളിക്കാം. എഴുതുക. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ എക്സ്. എഴുതിയോ? ഇനി ഈ ഫംഗ്ഷൻ അകത്തിലെ എക്സിനെ ലാംഡ എക്സ് കൊണ്ടും വൈയെ ലാംഡ വൈ കൊണ്ടും നമ്മൾ റീപ്ലേസ് ചെയ്യണം. അപ്പൊ പറഞ്ഞാട്ടെ എഫ് ഓഫ് ലാംഡ എക്സ് ലാംഡ വൈ ഈക്വൽ എക്സ് ഉള്ളിടത്തൊക്കെ ലാംഡ എക്സും വൈ ഉള്ളിടത്തൊക്കെ ലാംഡ വൈയും കൊടുത്ത് പറഞ്ഞേ. ലാംഡ എക്സ് പ്ലസ് ലാംഡ വൈ ലാംഡ എക്സ് പ്ലസ് ലാംഡ വൈ ബൈ ലാംഡ എക്സ്. ഈ ന്യൂമറേറ്ററിൽ നിന്ന് നമുക്കൊരു ലാംഡ ഇനി കോമൺ എടുക്കാമല്ലോ. അപ്പൊ ലാംഡ ഇൻറ്റു എക്സ് പ്ലസ് വൈ ബൈ ലാംഡ എക്സ്. ഈ സാധാരണഗതി നമ്മൾ ഈ ലാംഡയോട് വിട്ടുകളയുകയും ചെയ്യുന്നത്. അപ്പൊ അതിന് പകരം ഇവിടെ നമ്മൾ ലാംഡ റൈസ് ടു 0 എന്ന് എഴുതും. തെറ്റുണ്ടോ? ഇല്ല. ലാംഡ റൈസ് ടു 0 മീൻസ് എത്ര? 1. അപ്പൊ 1 ഇൻറ്റു എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് ഈക്വൽ ലാംഡ റൈസ് ടു 0 ഇൻറ്റു ഈ എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് വൈയെ നമ്മൾ എന്താണ് വിളിച്ചത്? എൻ്റെ കൂടെ കിടപ്പുണ്ട്, സെക്കൻഡ് സ്റ്റെപ്പിൽ കിടപ്പുണ്ട്. എന്തോ വിളിച്ച നമ്മള് എഫ് ഓഫ് എക്സ്. അപ്പൊ
അപ്പൊ നിങ്ങൾ നോക്കിക്കേ, നിങ്ങൾ ഇപ്പൊ ഈ സ്റ്റെപ്പ് ആരംഭിച്ചത് എഫ് ഓഫ് ലാംഡ എക്സ് ലാംഡ വൈ ഈക്വൽ എന്ന് പറഞ്ഞു തുടങ്ങി. ഇപ്പോൾ എവിടെ വന്ന് നിന്നു? എഫ് ഓഫ് എക്സ് വൈ. അല്ലല്ല, അതിന് കൂടുതൽ സംഗതിയുണ്ട്. ലാംഡ റൈസ് ടു 0 ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ. എഫ് ഓഫ് എക്സ് വൈ എന്ന് വന്നു നിന്നു. ഇത്രയും കാര്യം ഇവിടെ കിട്ടിയോ? മനസ്സിലായി. ഇതാണ് നിങ്ങൾ എഴുതിയ തിയറിയിലെ ആദ്യത്തെ പോയിന്റ്. ഇപ്പൊ ക്ലിയർ ആയോ? ആ പോയിന്റ് എന്തുവാന്ന്? ആ സാർ. ഇനി അതിന്റെ താഴെ എഴുതണം വിച്ച് ഇംപ്ലൈസ് ലാംഡ 0 ലാംഡ ഉള്ളൊരു ഇത് എഴുതണമെന്ന് നിർബന്ധമാണ്. ഈ സ്റ്റെപ്പ് നിർബന്ധമാണ്. ഹോമോജീനിറ്റി ചോദിച്ചാൽ ഇത് ചെയ്തിട്ടേ നമുക്ക് ബാക്കി റൂളിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതല്ല, ഇപ്പം ഈ ലാസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് വേണമെങ്കിൽ ലാംഡ കട്ട് ചെയ്യാമല്ലോ. അല്ലല്ല, അത് ഇങ്ങനെ തന്നെ എഴുതണം. ലാംഡ റൈസ് ടു 0 ഇൻറ്റു എഫ് ഓഫ് എക്സ് കോമ വൈ എന്ന് തന്നെ വേണം എഴുതാൻ. എന്നിട്ട് എന്തിനാ എഴുതുന്നത് ചോദിച്ചാൽ അടുത്ത സെന്റൻസ് നോക്കിക്കൊണ്ട് എഴുതിക്കോളൂ. വിച്ച് ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് വൈ എഴുതിയോ is a homogeneous function of degree 0. Degree ഒന്നുകൂടി പറയുമോ? f of x comma y is a homogeneous function of degree 0. എഴുതിയോ? അത് എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ലാംഡ റൈസ് ടു 0യെ അങ്ങനെ തന്നെ നിലനിർത്തിയത്. ഇപ്പൊ പിടി കിട്ടിയാമല്ലേ? മനസ്സിലായി സാർ. അപ്പൊ ഹോമോജീനിയസ് ആണ് കിട്ടിക്കഴിഞ്ഞു. എങ്കിൽ നമുക്ക് സോൾവിംഗിലേക്ക് പോകാമല്ലോ. പോകാം. അപ്പൊ ആ ഇക്വേഷൻ ഒന്ന് എഴുതിക്കേ. dy by dx is equal to x plus y divided by x. അപ്പൊ ഇവിടെ നമ്മൾ 2-3 കാര്യങ്ങൾ പറഞ്ഞു. എന്തായിരുന്നു? dy by dx ന് പകരം അല്ലല്ല, ആദ്യം put y is equal to vx and dy by dx is equal to v plus x dv by dx. ഓക്കെ. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ ആദ്യത്തേതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു. അപ്പൊ ഇക്വേഷൻ നമ്പർ 1 ഇംപ്ലൈസ് dy by dx ന് പകരം എന്തോ വരും? v plus x dv by dx ഈക്വൽ വലതുവശത്ത് x പ്ലസ് yക്ക് പകരം vx by x. അപ്പോ v പ്ലസ് x dv by dx is equal to, നിങ്ങൾക്ക് ന്യൂമറേറ്ററിൽ നിന്ന് ആരെയെങ്കിലും കോമൺ എടുക്കാൻ പറ്റുമോ? x ന് എടുത്താൽ പിന്നെ എന്തോ കിട്ടും? 1 plus v. 1 plus v by x. ആര് കട്ടായി പോകും? x. അപ്പൊ പിന്നെ എന്തോ കിട്ടി? v പ്ലസ് x dv by dx is equal to 1 plus v. ഇത്ര ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ സർ. ഇത്രയും എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ. അപ്പോ ഇതിന്റെ ബാക്കി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടിട്ട് എഴുതുക. നമ്മളുടെ ഇടതുവശത്തൊരു വി ആഡ് ചെയ്തിട്ടില്ലേ? ആഡ് ചെയ്തേക്കുന്ന വിയെ നമ്മള് റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോയി എന്ത് ചെയ്യണം? സബ്സ്ട്രാക്ട് ചെയ്യണം. അപ്പൊ പറഞ്ഞാട്ടെ. x dv by dx is equal to x dv by dx is equal to 1 plus v minus v. 1 plus v minus v. അപ്പോൾ x dv by dx is equal to ആര് വെട്ടിപ്പോകും? v is equal to എന്ത് വരും? is equal to എന്ത് വരും? 1. അപ്പൊ x dv equal dx. ഇത് വേരിയബിൾ സെപ്പറബിൾ ആയോ?
നമ്മുടെ തിയറിയിൽ എങ്ങനെ പറഞ്ഞു, നമ്മൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇത് എന്തായി മാറുമെന്നാ പറഞ്ഞേക്കുന്നേ? വേരിയബിൾ സെപ്പറേറ്റ്. ഇതിപ്പോ വേരിയബിൾ സെപ്പറബിൾ ആയോ? ഇല്ല. ഇല്ല. വേരിയബിൾ സെപ്പറബിൾ ആക്കാനുള്ള മാർഗം എക്സിനെ ഡിഎക്സിന്റെ അവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. dv ഈക്വൽ dx ബൈ എക്സ്. ഇപ്പൊ വേരിയബിൾ സെപ്പറബിൾ ആയോ? അപ്പൊ അവിടെ എഴുതണം വിച്ച് ഈസ് ഇൻ ദ ഫോം ഓഫ് വേരിയബിൾ സെപ്പറബിൾ. വേരിയബിൾ സെപ്പറബിൾ. അങ്ങനെ വേരിയബിൾ സെപ്പറബിൾ ആണെങ്കിൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ എന്താണ് മാർഗം? ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ എഴുതുക ഇന്റഗ്രൽ dv is equal to ഇന്റഗ്രൽ dv is equal to integral dx by x. ഇന്റഗ്രൽ dv ആരാ? v. ഇന്റഗ്രൽ dx by x ആരാ? മോഡുലസ് x. x പ്ലസ്. പക്ഷെ ഇത് കഴിഞ്ഞ് അണ്ടർലൈൻ ചെയ്തിട്ട് ഇറങ്ങി പോരുത്. കാരണം നമ്മുടെ ക്വസ്റ്റ്യനിലെ വേരിയബിളുകൾ ആരൊക്കെയാ? y-ഉം x-ഉം. ഇപ്പൊ ആൻസർ കിട്ടിയിരിക്കുന്നതോ v-x. അപ്പോ ഈ v-യെ നമ്മൾ y-ലോട്ടോ x-ലോട്ടോ മാറ്റണം. നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഓർമ്മയുണ്ടോ? y is equal to v. y is equal to vx. അപ്പൊ ഇവിടുന്ന് v യുടെ വില x by y. y by y by x. അപ്പൊ നമുക്ക് v ക്ക് വരെ എന്ത് എഴുതാം? y by x. y by x is equal to log modulus x plus c, which is the required General solution. general solution.